Hi all. For Industrial Engineering Module 1 Part 4 എന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ Module 1 Part 3 എന്ന ടോപ്പിക്കിൽ കുറച്ചധികം ടോപ്പിക്സ് എടുത്തിരുന്നുവെങ്കിലും എല്ലാം വളരെ ചെറിയ ടോപ്പിക്സ് ആണ്. എക്സാമിന് കാര്യമായി ചോദിച്ചു കാണുന്ന ടോപ്പിക്സ് ആണ്. ഇന്ന് Module 1 Part 4ൽ ഞാൻ വളരെ ഒന്നോ രണ്ടോ ചെറിയ ടോപ്പിക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷേ ഈ ടോപ്പിക്സ് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഏരിയയിൽ ഉള്ള ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് കണ്ടന്റ് കുറവാണെങ്കിലും ഇന്നത്തെ ക്ലാസ് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒന്ന് രണ്ട് ഏരിയാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്ലാന്റ് ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് എന്ന ടോപ്പിക്കാണ് ആദ്യമായി എടുക്കുന്നത്. അപ്പോൾ പ്ലാന്റ് ലൊക്കേഷൻ എന്താണെന്ന് ആദ്യം പറയണം. Plant is a place where resources like men, material, money are brought together for manufacturing products. അപ്പോൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്ലാന്റ്. പ്ലാന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ആവശ്യമായ പ്ലാന്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. There are some factors which are influencing plant location. ഒരു പ്ലാന്റിന്റെ ലൊക്കേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന ട്രീ ഡയഗ്രത്തിലേക്ക് നോക്കുക. ഈ ട്രീ ഡയഗ്രം വഴിയാണ് പ്ലാന്റ് ലൊക്കേഷനിലുള്ള ഡിഫറെന്റ് ഫാക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് ലൊക്കേഷന് വേണ്ട ഫസ്റ്റ് ഫാക്ടർ ഈസ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. ഒരു പ്ലാന്റ് തുടങ്ങുന്നതിന് മുമ്പ് ആ സ്ഥലത്തുള്ള ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നോ റിക്വയർഡ് ആയിട്ടുള്ള അതോറിറ്റീസിന്റെ കയ്യിൽ നിന്നോ പെർമിഷൻ വാങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. പ്ലാന്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ ഈസ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. സെക്കൻഡ് ഫാക്ടർ ഈസ് അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഒരു പ്ലാന്റ് തുടങ്ങുന്ന സ്ഥലത്ത് ആ പ്ലാന്റിന് ആവശ്യമായ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. റിക്വയർഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്ലാന്റ് ആ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. തുടങ്ങിക്കഴിഞ്ഞ ആ പ്ലാന്റിന് മറ്റുള്ള ഇൻഡസ്ട്രീസുമായിട്ട് നല്ല റിലേഷൻസ് ഉണ്ടായിരിക്കണം. പ്ലാന്റ് തുടങ്ങിയത് കൊണ്ട് മാത്രമായില്ല, അതിന് തൊട്ട് അടുത്ത് കിടക്കുന്ന ഇൻഡസ്ട്രീസുമായിട്ട് നല്ല റിലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്ലാന്റിന് നിലനിന്ന് പോകാൻ പറ്റുകയുള്ളൂ. ഫോർത്ത് പോയിന്റ് ഈസ് അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് വർക്ക് ഫോഴ്സ്. സ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ആ പ്ലാന്റിന് ആവശ്യമാണ്. ഗുണനിലവാരമുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഫിഫ്ത്ത് ഫാക്ടർ ഈസ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് കൊണ്ട് ആ സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളുടെയോ ആ പ്രദേശത്തിലെ നാട്ടുവാസികളുടെയോ അല്ലെങ്കിൽ നഗരവാസികളുടെ സപ്പോർട്ട് ആ പ്ലാന്റിന് എപ്പോഴും വളരെ അത്യാവശ്യമാണ്. അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്ലാന്റിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സിക്സ്ത് ഫാക്ടർ ഈസ് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. ഒരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് വേണം. പുറത്തുള്ള ആളുകൾ ആ പ്ലാന്റിൽ മണി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പ്ലാന്റിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. സെവൻത് വൺ ഈസ് നിയർനെസ് ടു മാർക്കറ്റ്. മാർക്കറ്റിന് എത്രത്തോളം അടുത്താണോ ഒരു പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പ്ലാന്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. എയ്ത്ത് വൺ ഈസ് നിയർനെസ് ടു സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ. ആ പ്ലാന്റ് തുടങ്ങാൻ ആവശ്യമായ മെറ്റീരിയലിന്റെ എത്രത്തോളം അടുത്താണോ ആ പ്ലാന്റ് എന്നുള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വളരെ അടുത്ത് തന്നെയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആ സ്ഥലത്തേക്ക് എത്തിക്കാനാണെങ്കിലും വളരെ എളുപ്പമായിരിക്കും. നയൻത്ത് പോയിന്റ് ഈസ് സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് സർവീസസ്. ആ പ്ലാന്റ് തുടങ്ങുന്ന സമയത്ത് അതിനാവശ്യമായ ഇൻഡസ്ട്രീസും സർവീസസും അതിന് സപ്പോർട്ടിംഗ് ആയി ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്ലാന്റ് ലൊക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. ടെൻത്ത് പോയിന്റ് ഈസ് ഇറ്റ് മസ്റ്റ് മീറ്റ് സേഫ്റ്റി റിക്വയർമെന്റ്. ഒരു പ്ലാന്റ് തുടങ്ങുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് സേഫ്റ്റി. ഒരു പ്ലാന്റിന്റെ തുടങ്ങിയത് കൊണ്ട് ചുറ്റുമുള്ള പ്രദേശത്തോ അവിടെ ജീവിക്കുന്ന ആളുകൾക്കോ പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനൊപ്പം തന്നെ ആ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെയും അവിടെയുള്ള എക്യുപ്മെന്റ്സിന്റെയും എല്ലാത്തിനും സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത് പ്ലാന്റ് ലൊക്കേഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ്, പ്ലാന്റ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയി ഓരോന്നായി നോക്കാം. സൈറ്റ്. പ്ലാന്റിന്റെ സൈറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചൂസ് ചെയ്ത് നോക്കാം.
കോണ്ടൂർ, സോയിൽ സ്ട്രക്ചർ, access of railroad and river, possibility of future expansion, cost. പ്ലാന്റിന് വേണ്ട സ്ഥലം അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് വേണ്ട സ്ഥലം ചൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഭൂഘടന, അതിനാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. ഭൂപ്രദേശത്തിന്റെ ഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സേഫ് ആയ ഒരു സ്ഥലത്ത് വേണം, വേറെ വോൾക്കാനോസ് ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ ഭൂമി കുലുക്കമുള്ള സ്ഥലത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും തുടങ്ങാൻ പാടില്ല. വളരെ സേഫ് ആയ ഒരു സ്ഥലത്ത് നോക്കി, നല്ല ഭൂപ്രദേശമുള്ള ഒരു സ്ഥലത്ത് നോക്കി, പുഴയോരങ്ങളുള്ള അല്ലെങ്കിൽ വേറെ റിവർ സോഴ്സസിന്റെ അടുത്തോ അല്ലാത്ത വേറെ നല്ല സേഫ് ആയ സ്ഥലം നോക്കി വേണം പ്ലാന്റ് ചൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ അവിടുത്തെ സോയിലിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെങ്ത് ഉള്ള സ്ഥലമായിരിക്കണം. റോഡും റെയിലും സംവിധാനങ്ങളും ഉണ്ടാകണം. വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഉണ്ടാകണം. ദെൻ ഭാവിയിൽ ആ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്ഥലം കൂടി നമ്മൾ ആദ്യമേ പ്ലാന്റ് തുടങ്ങുമ്പോൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ദെൻ റിസ്ക്, ഫ്ലഡ്, എർത്ത്, ഫയർ ഹസാർഡ് ആൻഡ് സിവിൽ വാർസ്. റിസ്ക് ഉള്ള സ്ഥലങ്ങളിലൊന്നും പ്ലാന്റ് തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ തുടങ്ങുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രി പ്ലാൻ ചെയ്യുന്നവർ എപ്പോഴും റിസ്ക് കുറഞ്ഞ സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സപ്ലൈസ്, റോ മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ പവർ, വാട്ടർ ആൻഡ് കോസ്റ്റ് ഓഫ് വാട്ടർ. ഒരു പ്ലാന്റ് തുടങ്ങുമ്പോൾ ആവശ്യമായ റോ മെറ്റീരിയൽസും ഇലക്ട്രിക്കൽ പവറും കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് വേണം പ്ലാന്റ് തുടങ്ങാൻ. കിട്ടാത്ത ഒരു സ്ഥലത്ത് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ വാട്ടർ അവൈലബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ചീപ്പറായിട്ട് തന്നെ വാട്ടർ ഫെസിലിറ്റീസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഒരു റിക്വേർഡ് ആയിട്ടുള്ള പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും. അവയെല്ലാം സേഫായി ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി കൂടി ആ സ്ഥലത്തിന് ഉണ്ടാവണം. അപ്പോൾ പ്ലാന്റ് ലൊക്കേഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് റിവർ, സീ ആൻഡ് ഓപ്പൺ ലാൻഡ് അവൈലബിലിറ്റി ചൂസ് ചെയ്യണം. ബെറ്റർ ആയിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് നടത്താൻ പറ്റുന്ന സ്ഥലത്ത് വേണം പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ലേബർ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ കിട്ടണം, അവർക്ക് മാന്യമായ വേതനം കൊടുക്കാൻ പറ്റണം, അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വർക്കേഴ്സിന് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം പ്ലാന്റ് ചൂസ് ചെയ്യാൻ. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ചൂസ് ചെയ്യണം. ബെറ്റർ ആയിട്ടുള്ള റോഡ് ആൻഡ് റെയിൽവേ ട്രാൻസ്പോർട്ട് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് മുന്നോട്ട് പോവുകയുള്ളൂ. വർക്കേഴ്സിന് പോയി വരാനാണെങ്കിലും റോ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്ന ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നല്ലപോലെ ഉള്ള സ്ഥലത്ത് വേണം പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അടുത്തത് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ, കൺസെഷൻ ആൻഡ് ഇൻസെന്റീവ്സ്. ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അതോറിറ്റീസിന്റെയും അവിടുത്തെ ലോക്കൽ ബോഡീസിന്റെയും പെർമിഷൻ വാങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്ത് ആണെങ്കിൽ ആ പഞ്ചായത്തിന്റെ പെർമിഷൻ വേണം, മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ വേണം. അതുപോലെ തന്നെ റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ ഗവൺമെന്റ് സെക്ടറിന്റെയും പെർമിഷൻ ആവശ്യമുണ്ട്. ആ പെർമിഷൻസ് കിട്ടിയാൽ മാത്രമേ ആ പ്ലാന്റിന് വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പ്ലാന്റ് ലൊക്കേഷൻ എന്നുള്ള ടോപ്പിക് എടുത്തു കഴിഞ്ഞു. അടുത്ത് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പ്ലാന്റ് ലേഔട്ട്. പ്ലാന്റ് ലൊക്കേഷൻ ചൂസ് ചെയ്ത് കൊണ്ട് മാത്രം ഒരു പ്ലാന്റ് ഡെവലപ്ഡ് ആവില്ല അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ആവില്ല. അതിന് ലേഔട്ട് എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ലേഔട്ട് എന്താണ് നോക്കാം. ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ഇൻക്ലൂഡിംഗ് വർക്ക് സെന്റേഴ്സ് ഫോർ മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ്. It is a special arrangement of physical resources used to produce a product. ഒരു പ്ലാന്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് അതിന്റെ ഡിസൈൻ. ഒരു പ്ലാന്റിലെ ഓരോ ഡിഫറെൻ്റ് ആയ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയ സെക്ഷൻസ്, മെഷീൻസ് എവിടെയൊക്കെ സ്ഥാപിക്കണം, അതിലെ വേറെ സേഫ്റ്റി ആയിട്ടുള്ള റിക്വയർമെന്റ്സ് എവിടെ സ്ഥാപിക്കണം, അതിനാവശ്യമായ വേറെ സൈഡ് സംഗതികൾ. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്ന കഴിയുക, ആ ഇൻഡസ്ട്രിയിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അത് ഏത് സ്ഥലത്ത് വേണമെന്ന് നമ്മൾ മുൻകൂട്ടി ഡിസൈഡ് ചെയ്യണം. അതിൻ്റെ അകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ഉണ്ടാവും. ലൈത്ത് ഉണ്ടാവാം, ഒപ്പം തന്നെ ഫോർജിങ് മെഷീൻസ് ഉണ്ടാവാം, ഒപ്പം തന്നെ ഷേപ്പേഴ്സ് ഉണ്ടാവാം, പ്ലെയിനിങ് മെഷീൻസ് ഉണ്ടാവാം. അപ്പം അതിനെല്ലാം എവിടെയാണ് പൊസിഷൻ വേണ്ടതെന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഒപ്പം തന്നെ ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്ന അഡീഷണൽ ആയ പല കാര്യങ്ങളും വേണ്ടി വരും. അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് റിക്രിയേഷന് വേണ്ടി ചിലപ്പോൾ ക്യാൻറ്റീൻ തുടങ്ങേണ്ടി വരും. അവർക്ക് താമസിക്കാനായി ചിലപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വേണ്ടി വരും. അപ്പോൾ പല അഡീഷണൽ ആയ ഫെസിലിറ്റീസും ഒരു പ്ലാന്റിന്റെ അകത്ത്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് തുടങ്ങിയ ഡിഫറെന്റ് ഫെസിലിറ്റീസ് ഒരു പ്ലാന്റിന്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിനുള്ള സ്ഥലമെല്ലാം നമ്മൾ ലേഔട്ടിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന്റെ ഹോൾ ആയിട്ടുള്ള ഡിസൈനാണ്. ഓരോ മെഷീൻസും അതിന്റെ പ്രൊഡക്ഷൻ സെന്റേഴ്സും എവിടെ സ്ഥാപിക്കണം എന്നുള്ള കാര്യം അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഏത് സ്ഥലങ്ങളിലാണ് സ്ഥാപിക്കുക എന്നത് കൂടി പ്ലാന്റ് ലേഔട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസൈഡ് ചെയ്യാറുണ്ട്. പ്ലാന്റ് ലേഔട്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിക്കാം. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ പ്ലാന്റ് ലേഔട്ട് എന്താണെന്നും അല്ലെങ്കിൽ
പ്ലാന്റ് ലൊക്കേഷൻ ചൂസ് ചെയ്യുന്ന സമയത്തുള്ള ഫാക്ടേഴ്സ് എന്താണ്. ഇപ്പോൾ പ്ലാന്റ് ലേഔട്ടിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. മിനിമൈസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, മെയിൻറ്റെയിൻ ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻ, എക്കണോമിക്കലി യൂസ് ദ ഫ്ലോർ സ്പേസ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് മെഷീൻ ആൻഡ് എക്യുപ്മെന്റ്, റെഡ്യൂസ് ഡിലേ, റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് ഹയർ പ്രൊഡക്ടിവിറ്റി. ഒരു പ്ലാന്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, മെറ്റീരിയലിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കാര്യങ്ങൾ, അത് വളരെ കുറച്ചിരിക്കണം. എത്രത്തോളം മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കൂടുന്നുണ്ടോ അതിനനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് എല്ലാം നമ്മൾ എക്കണോമിക്കലി യൂസ് ചെയ്യണം. എല്ലാ ഏരിയസും യൂസ് ചെയ്യണം. കുറച്ച് ഒരു പ്ലാന്റ് ഡിസൈഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വേസ്റ്റ് പോകുന്ന സ്ഥലങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എല്ലാ സ്ഥലവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസും എക്യുപ്മെന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു യൂട്ടിലൈസേഷൻ മെഷീൻസിലും എക്യുപ്മെന്റ്സിലും കൊണ്ടുവരണം. അതുപോലെ തന്നെ ഡിലേ കുറയ്ക്കണം. മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻസ് സ്മൂത്ത് ആയിരിക്കും. ഒരു പ്ലാന്റ് വലിയൊരു പ്ലാന്റ് ആണെങ്കിൽ തന്നെ അവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടാവും, അതിന്റെ ഫിനിഷ് ചെയ്യേണ്ട ഓപ്പറേഷൻസ് ഉണ്ടാവും, സ്റ്റോർ ചെയ്യേണ്ട യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ മാനുഫാക്ചറിങ് ടു അതിന്റെ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് ആസ് വെൽ ആസ് ടു സ്റ്റോറിംഗ് ഓപ്പറേഷൻസ്, ഇതെല്ലാം അതിന്റെ അകത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സ്മൂത്ത് ആയാൽ മാത്രമേ, അതിന്റെ അകത്ത് മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ സ്മൂത്ത് ആയാൽ മാത്രമേ പ്ലാന്റ് മുന്നോട്ട് സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഡിലേ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്മൂത്തായ ഫ്ലോ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലാന്റ് ലേഔട്ടിൽ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിരിക്കണം. ഒപ്പം തന്നെ ഹയർ പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്ലാന്റിന്റെ ലേഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലാന്റ് ലേഔട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഓവറോൾ ഇന്റഗ്രേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ്, മെൻ, മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ്, പ്രധാനമായിട്ടും ഈ 3 ഫാക്ടേഴ്സ് ആണ്, മെൻ, മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ്. ഇവ 3ഉം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കണം ആ പ്ലാന്റിന് വേണ്ടത്. ഈ മൂന്ന് ഫാക്ടേഴ്സിനെയും ഏറ്റവും ബെസ്റ്റായി കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ആ പ്ലാന്റിന് ഏറ്റവും ബെസ്റ്റായ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവ 3എണ്ണവും ഏറ്റവും ബെസ്റ്റായി തന്നെ കോർഡിനേറ്റ് ചെയ്യണം. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് മിനിമം ഡിസ്റ്റൻസ്. ഒരു പ്ലാന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെയുള്ള മെന്നാണെങ്കിലും മെറ്റീരിയൽസിനാണെങ്കിലും ഏറ്റവും മിനിമം ഡിസ്റ്റൻസേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എത്രത്തോളം കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ചെലവുകൾ കൂടും. ഒരു മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ വലിയൊരു പ്ലാന്റ് ആണെങ്കിൽ അത് 200-300 മീറ്റർ ട്രാവൽ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല 1 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്യേണ്ടി വന്നാലുള്ള മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പൊ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുക, മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് ഏറ്റവും മിനിമം ആക്കുക. അതുകൊണ്ട് തന്നെ മെഷീൻസ് ഏറ്റവും അടുത്തടുത്ത് തന്നെ സ്ഥാപിക്കുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോ. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കുറയുന്നതിന്റെ ഒപ്പം തന്നെ ഡിസ്റ്റൻസിന്റെ അടുത്ത് തന്നെ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. രണ്ടും മെഷീൻസ് അടുത്താണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഒരു തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്മൂത്ത് ഫ്ലോ അവിടെ നടക്കുകയില്ല. അപ്പൊ തടസ്സം ഉണ്ടാകാൻ പാടില്ല. വളരെ സ്മൂത്ത് ആയ പാത്തായിരിക്കണം മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷന് ഉണ്ടാകേണ്ടത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ക്യൂബിക് സ്പേസ്. ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ പ്ലാന്റിലുള്ള 3 ഡയമെൻഷനായ സ്പേസസ് അത് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഫ്ലോർ സ്പേസ് മാത്രമല്ല, ഒരു പ്ലാന്റ് 4 നിലയുള്ള കെട്ടിടമാണെങ്കിൽ ആ 4 നിലയും നന്നായി യൂസ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കണം. ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം യൂട്ടിലൈസേഷൻ നടന്നതുകൊണ്ട് ഒരു പ്ലാന്റ് നന്നായി നടക്കണമെന്ന് പറയാൻ പറ്റില്ല. ആ പ്ലാന്റിലുള്ള എല്ലാ സ്പേസും, ക്യൂബിക്കലായിട്ടുള്ള സ്പേസസ്, ഹൈറ്റ് അടക്കം 4 നിലകളുണ്ടെങ്കിൽ 4 നിലയിലും വളരെ നന്നായി യൂസ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കണം. പ്രിൻസിപ്പിൾ ഓഫ് സേഫ്റ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ സേഫ്റ്റിയും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വെന്റിലേറ്റഡ് ആയ സ്പേസസ് വേണം. ഫ്യൂംസോ ഓഡേഴ്സോ ഡസ്റ്റോ നോയ്സോ ഒന്നും കാര്യമായി പാടില്ല. അവയെല്ലാം അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ ബാധിക്കും. വർക്കേഴ്സിന്റെ സേഫ്റ്റിയും അവർക്ക് നല്ല പ്ലസന്റ് ആയ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഒരു പ്ലാന്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ആൾട്ടർനേറ്റീവ് ആയ കാര്യങ്ങൾ ആലോചിച്ച് വെക്കണം. പ്ലാന്റിൽ എന്തെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കേടുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്ലാന്റിലെ ആ ഭാഗത്തുള്ള ഫങ്ഷൻസ് ആ പ്ലാന്റിൽ തന്നെ വേറൊരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചേഞ്ചസും, എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഓപ്പറേഷൻസ് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റണം. ഒരു ഏരിയ അടച്ചു പൂട്ടേണ്ടി വന്നാലും മറ്റേ ഏരിയയിൽ ഫങ്ഷൻസ് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതിനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി എപ്പോഴും ലേഔട്ടിൽ ഉണ്ടാക്കി വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് ആയിട്ട്, ഒരു ലൊക്കേഷൻസിന് ബാക്കപ്പ് ആയിട്ട് വേറൊരു പ്ലേസും കൂടി നമ്മൾ പ്ലാന്റ് ലൊക്കേഷനിൽ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ പ്ലാന്റ് ലേഔട്ടിന് പ്രധാനമായിട്ടും 4 ടൈപ്പായി
ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലാന്റ് ലേഔട്ട് ചൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ചു. ഇനി ടൈപ്സ് ഓഫ് ലേഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ട്, പ്രോസസ് ഓർ ഫംഗ്ഷൻ ലേഔട്ട്, കോമ്പിനേഷൻ ലേഔട്ട് ആൻഡ് പ്രോഡക്റ്റ് ഓർ ലൈൻ ലേഔട്ട്. ഫസ്റ്റ് വൺ ഈസ് ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ട്. ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ man, machines, tool and equipments are moved to a product where the product remain at one place and all the other materials move to that place. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ടിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന എവിടെയാണോ ആ പ്രൊഡക്റ്റിന്റെ അടുത്തേക്കാണ് എല്ലാ അതർ മെറ്റീരിയൽസും വരുന്നത്. മെറ്റീരിയൽ ആണെങ്കിലും ടൂൾ ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും മറ്റുള്ള വർക്ക് ഫോഴ്സ് ആണെങ്കിലും എല്ലാം എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് എത്തിക്കും. ഒരു എക്സാമ്പിൾ വഴി അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അപ്ലിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റും ഷിപ്പ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയുടെ ഒരു ഫിഗറാണ്, ഒരു ടോപ്പ് വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതിനാവശ്യമായ വർക്കേഴ്സ് ആണെങ്കിലും എക്യുപ്മെന്റ് ആണെങ്കിലും എല്ലാം ആ പ്രൊഡക്റ്റിന്റെ അടുത്തേക്ക് വരികയാണ്. അല്ലാതെ ആ പ്രൊഡക്റ്റ് വർക്കേഴ്സിന്റെയോ മെഷീൻസിന്റെയോ അടുത്തേക്ക് പോവുകയല്ല. ആ പ്രൊഡക്റ്റിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ആ പ്രൊഡക്റ്റിന്റെ അടുത്തേക്ക് വരും. അവിടെ പ്രൊഡക്റ്റ് ഈസ് ഫിക്സ്ഡ്. അതുകൊണ്ടാണ് അതിനെ ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ട് എന്ന് പറയുന്നത്. എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് അതിനൊരു പ്രൈം ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. അടുത്തൊരു എക്സാമ്പിൾ ആണ് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി. ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ ശ്രദ്ധിക്കുക, ഷിപ്പിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും, ഹ്യൂമൻ റിസോഴ്സസ് ആവട്ടെ, മെറ്റീരിയൽ ആവട്ടെ, എനർജി ആവട്ടെ, വേറെയുള്ള ടൂൾസ് ആൻഡ് സപ്ലൈസ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, എല്ലാം ആ പ്രൊജക്റ്റ് സൈറ്റിലേക്കാണ് വരുന്നത്. അപ്പൊ സൈറ്റിലുള്ള ഒരു വർക്കിനെയാണ് നമ്മൾ ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ മെറ്റീരിയൽ, മെൻ ആൻഡ് അതർ ടൂൾസ് ഹാസ് ടു ബി മൂവ് ടു ദ പ്രൊജക്ട് സൈറ്റ് ആൻഡ് ദ product will be fixed in a particular place. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലീസ്റ്റ് മെറ്റീരിയൽ മൂവ്മെന്റ്, മാക്സിമം ഫ്ലെക്സിബിലിറ്റി, വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. അപ്പോൾ മെറ്റീരിയൽ മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. എല്ലാ മെറ്റീരിയൽസും ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഒപ്പം തന്നെ മാക്സിമം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് ഡിഫറെന്റ് ആയ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒപ്പം തന്നെ ഇവിടെ ഒരു ഫിക്സ്ഡ് പൊസിഷൻ ആയതുകൊണ്ട് ഒരു പ്ലാന്റ് പോലെ വലിയൊരു ഏരിയ, ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. റിസോഴ്സസിന്റെ ലോ യൂട്ടിലൈസേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് വേണ്ട മിനിമം യൂസിന് മാത്രമേ അവിടെ യൂസ് ചെയ്യുന്ന ടൂൾസ് യൂസ് ചെയ്യാറുള്ളൂ. ഒപ്പം തന്നെ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. എല്ലാ മെറ്റീരിയലും എല്ലാ എക്യുപ്മെന്റ്സും ആ സ്ഥലത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഹയർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവിടെ വേണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഒരു ഫിക്സ്ഡ് ആണെങ്കിലും വർക്കേഴ്സ് ഡിഫറെന്റ് പ്ലേസസ് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവരെയും അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ട് ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇതിന്റെ വേറൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയി പറയാറുള്ളത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് കടക്കാം, വിച്ച് ഈസ് പ്രോസസ് ഓർ ഫങ്ഷണൽ ലേഔട്ട്. ഇവിടെ ഈ ഫിഗറിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു പ്രോസസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ലേഔട്ടിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഔട്ടിൽ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഡിഫറെന്റ് സെക്ഷൻസിലാണ് നടക്കുക. അപ്പൊ അവിടെ ആദ്യം ഒരു റിസീവിംഗ് എന്നൊരു സെക്ഷൻ ഉണ്ട്, ദെൻ സ്റ്റോറേജ് എന്നൊരു സെക്ഷൻ ഉണ്ട്, ദെൻ പ്ലെയിനേഴ്സിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. നമ്മൾ പ്ലെയിനർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു MMTയിൽ. ലെയ്ത്തുകളുടെ ഒരു സെക്ഷൻ ഉണ്ട്, ഡ്രില്ലുകളുടെ സെക്ഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്, മില്ല് എന്നൊരു സെക്ഷൻ ഉണ്ട്, അസംബ്ലി എന്നൊരു സെക്ഷൻ ഉണ്ട്, ഇൻസ്പെക്ഷൻ എന്നൊരു സെക്ഷൻ ഉണ്ട്, ഗ്രൈൻഡേഴ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്, ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സെക്ഷനും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. പാർട്ട് എ എന്ന് പാർട്ട് ബി എന്ന് രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയലിന്റെ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ലേഔട്ട് നോക്കിയാൽ തന്നെ അറിയും, ഈ പ്രൊഡക്റ്റ് വരുന്നതെല്ലാം ആ പ്രൊഡക്റ്റിന് ഏത് പാത്തിലേക്കാണോ പോകുന്നത് ആ പാത്ത് അനുസരിച്ചിട്ടാണ് ഇവിടെ മൂവ്മെന്റ് നടക്കുന്നത്. ഇപ്പൊ പ്രൊഡക്റ്റ് എ അല്ലെങ്കിൽ പാർട്ട് എ എന്ന പ്രൊഡക്റ്റ് ആദ്യം സ്റ്റോറേജിൽ നിന്ന് നേരെ ഡ്രില്ലിംഗ് സെക്ഷനിലേക്ക് പോകും. ഡ്രില്ലിംഗ് സെക്ഷനിൽ നിന്ന് മില്ലിങ്ങിലേക്ക്, മില്ലിംഗ് നിന്ന് ഗ്രൈൻഡറിലേക്ക്, ഗ്രൈൻഡറിൽ നിന്ന് ഇൻസ്പെക്ഷനിലേക്ക്, ദെൻ അസംബ്ലി, ദെൻ ഇറ്റ് മൂവ്സ് ഔട്ട് ടു സ്റ്റോറേജ് സെക്ഷൻ. അപ്പോൾ ആ പ്രൊഡക്റ്റിന് പോകേണ്ട ഏരിയാസിൽ മാത്രമേ ആ പ്രൊഡക്റ്റ് പോകുന്നുള്ളൂ. ബാക്കിയുള്ള കോളംസിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്സ് ഉണ്ട്, അവിടെ ഡ്രിൽസ് ഉണ്ട്, പ്ലെയിനേഴ്സ് ഉണ്ട്, ലെയ്ത്ത് ഉണ്ട്. ഈ സെക്ഷൻസിലേക്കൊന്നും പാർട്ട് എ എന്ന പ്രൊഡക്റ്റ് പോകുന്നില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റിന് വേണ്ട പാത്തുകളിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അപ്പൊ പ്രൊഡക്റ്റ് ആണ് അവിടെ മൂവ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? മെഷീൻസ്.
മെഷീൻസ് ആണെങ്കിലും അതിന് വേണ്ട ഫെസിലിറ്റീസ് ആണെങ്കിലും ആ കറക്റ്റായ ലൊക്കേഷൻസിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രൊഡക്റ്റ് ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രോസസ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ ലേഔട്ട് എന്ന് പറയുന്നത്. പ്രോസസ്സസ് ഫിക്സ്ഡ് ആയിരിക്കും, ഫങ്ഷൻസ് ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷെ പ്രൊഡക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുന്ന സ്ഥലത്ത് ആ പ്രോസസ്സ് മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഡ്രിൽ എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്ര വലിയ ഏരിയയിൽ ഡ്രില്ലിംഗ് എന്ന ഓപ്പറേഷൻ മാത്രമേ നടക്കുള്ളൂ. ഡ്രില്ലിംഗ് ചെയ്യേണ്ട വസ്തുക്കളെ നമ്മൾ ആ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക, ആ പൊസിഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ടാവും, ആ പൊസിഷൻസിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടക്കും. ഇതിനെയാണ് പ്രോസസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ് ലേഔട്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിമിലർ മെഷീൻസ് അറ്റ് വൺ സ്റ്റേഷൻ, അപ്ലിക്കേഷൻ, ജോബ് ഓർഡർ പ്രൊഡക്ഷൻ, നോൺ റിപ്പീറ്റീവ് പ്രൊഡക്ഷൻ. ജോബ് ഓർഡർ പ്രൊഡക്ഷൻ എന്താണെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോഡ്യൂൾ 1 പാർട്ട് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ജോബ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർട്ടിക്കുലറായ ഒരു ഓർഡർ കിട്ടിയതിന് ശേഷം ആ ഓർഡർ മാത്രം സൃഷ്ടിച്ചെടുക്കുക. ഇവിടെ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം പ്രോസസ് ലേഔട്ട് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഡിഫറെന്റ് പാത്തുകളിൽ പോയി പുറത്തേക്ക് വരുന്നു. അപ്പോൾ ജോബ് ഓർഡറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഈ പ്രോസസ് ലേഔട്ട് ആണ്. അതുകൂടാതെ ഈ പ്രോസസ് ലേഔട്ടിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊഡക്ട്സ്, ഹൈ ഫ്ലെക്സിബിലിറ്റി ഇൻ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ, ഹൈ ഫ്ലെക്സിബിലിറ്റി ഇൻ ഷെഡ്യൂൾസ്, സ്മൂത്ത് ഫ്ലോ, ഡിലേ ഡ്യൂ ടു ബ്രേക്ക് ഡൗൺ can be eliminated, utilization of resource are maximum. അപ്പോൾ ഇവിടെയുള്ള റിസോഴ്സസിനെ എല്ലാം മാക്സിമം യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹൈ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മെഷീൻസ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഏത് മെറ്റീരിയൽസ് വേണമെങ്കിലും നമുക്ക് അതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലാണെങ്കിൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. മെറ്റീരിയൽസ് ഡിഫറെൻ്റ് ആയി മൂവ് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി തേർഡ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ലേഔട്ട് ഈസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ലൈൻ ലേഔട്ട്. ഇവിടെ ഈ ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൊഡക്ട്സ് ഒരു ലൈൻസ് പോലെ ലൈൻ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമുക്ക് പ്രൊഡക്റ്റിന്റെ ലൈൻ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റുക. പ്രൊഡക്റ്റിന്റെ അല്ല, ആക്ച്വലി മെഷീൻസിന്റെ ലൈൻ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് കാണാൻ പറ്റുക. മെഷീൻസ് ലൈൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊഡക്ട്സും ലൈനായിട്ട് തന്നെയായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ സ്റ്റോറേജ് എന്നുള്ള ഒരു ഏരിയ ഉണ്ടാവും വിചാരിക്കുക. ആ സ്റ്റോറേജ് എന്നുള്ള ഏരിയയിൽ നിന്നും ഈ പ്രൊഡക്ട്സ് അടുത്ത ലേറ്റിംഗ് സെക്ഷനിലേക്ക് പോകും, ദെൻ ഈ ഡ്രില്ലിംഗ് സെക്ഷനിലേക്ക് പോകുന്നു, ഗ്രൈൻഡിങ് സെക്ഷനിലേക്ക് പോകുന്നു, പിന്നെയും ഡ്രില്ലിംഗ് സെക്ഷനിലേക്ക് പോകുന്നു, ദെൻ അസംബിൾ ചെയ്യുന്നു, പിന്നെ വെയർ ഹൗസിലേക്ക് പോകുന്നു. ഇത് ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം. ഇനി അടുത്ത പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോറേജിൽ നിന്ന് പ്രസ്സിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത്, പിന്നെ ബെൻഡിങ് സെക്ഷനിലേക്ക് പോകുന്നു, പിന്നെ ഡ്രില്ലിംഗ് സെക്ഷനിലേക്ക് പോകുന്നു, പിന്നെ അസംബിൾ ചെയ്യുന്നു, പിന്നെ വെയർ ഹൗസ്. അടുത്ത പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് സി എടുത്തു കഴിഞ്ഞാൽ മില്ലിംഗ്, ഡ്രില്ലിംഗ്, അസംബ്ലി, വെയർ ഹൗസ്. പ്രൊഡക്റ്റ് 4 എടുത്തു കഴിഞ്ഞാൽ ലെയ്ത്ത്, ഡ്രില്ല്, അസംബ്ലി ആൻഡ് വെയർ ഹൗസ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ പ്രൊഡക്റ്റും ഓരോ ലൈൻസിലൂടെയാണ് മൂവ് ചെയ്യുക. അപ്പോൾ സ്മൂത്ത് ആയ ഒരു ഫ്ലോ ആണ് ഇവിടെ നടക്കുന്നത്. ഫ്ലോയിൽ ട്രാൻസ്ഫർ ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മുമ്പ് നമ്മൾ കണ്ട പ്രോസസ് ലേഔട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആരോസോ കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് വളരെ സ്മൂത്ത് ആയ ഒരു ഫ്ലോ ആണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഇതിന്റെ വലിയൊരു അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതിന്റെ അടുത്ത ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ലൈൻ ലേഔട്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ട ഫങ്ഷണൽ ലേഔട്ടിൽ അല്ലെങ്കിൽ പ്രോസസ് ലേഔട്ടിൽ ഓരോ സെപ്പറേറ്റ് ഓപ്പറേഷൻസും സെപ്പറേറ്റ് ആയ സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാ ഓപ്പറേഷൻസും ഒരു ലൈൻ പോലെയാണ് നടന്നു പോകുന്നത്, സീക്വൻഷ്യലായി നടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡക്ഷൻ ടൈം കുറവാണ്. ഒപ്പം തന്നെ വർക്കിംഗ് പ്രോസസ് ഇൻവെന്ററി കുറവാണ്. ഇൻവെന്ററി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട മെറ്റീരിയൽസ്. എല്ലാ മെറ്റീരിയൽസും സ്മൂത്തായി ഫ്ലോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒരു മെറ്റീരിയലും ഒരിക്കലും നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്ത ഓപ്പറേഷനിലേക്ക് പോകാൻ അധികം സമയം വേണ്ടി വരില്ല. പക്ഷെ നമ്മൾ പ്രോസസ് ലേഔട്ട് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഇപ്പോൾ ലെയ്ത്ത് നിന്ന് ഗ്രൈൻഡിങ് സെക്ഷനിലേക്ക് പോകണം. ഗ്രൈൻഡിങ് സെക്ഷനിൽ ഓൾറെഡി ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോസസ് ലേഔട്ട് പ്രകാരം ലെയ്ത്ത് നിന്ന് ഗ്രൈൻഡിങ് സെക്ഷനിൽ കുറച്ച് സമയം മെറ്റീരിയൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. പക്ഷെ ഇവിടെ പ്രൊഡക്റ്റ് ലേഔട്ടിൽ ഡിഫറൻ്റ് ആയ ഒരു ലെയ്ത്തിങ് സെക്ഷനിൽ നിന്ന് പോകുമ്പോൾ അടുത്ത ഗ്രൈൻഡിങ് സെക്ഷൻ ആണെങ്കിൽ
ആ ലേറ്റിംഗ് സെക്ഷനിൽ പോകുന്നതിന് മാത്രമായി ഒരു ഗ്രൈൻഡിങ് സെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ വെയിറ്റിങ്ങിന്റെ ആവശ്യമില്ല. ഒപ്പം അടുത്തത് റെഡ്യൂസ് ഫ്ലോർ ഏരിയ. ഫ്ലോർ നമ്മുടെ കയ്യിലുള്ള മെഷീൻസ് എല്ലാം ഒരു ലൈൻ പോലെ സ്യൂട്ടബിളായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലോറിന്റെ ഏരിയ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് റെഡ്യൂസ്ഡ് ഫ്ലോർ ഏരിയ ആണ് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ്. യൂസ് ഓഫ് ലെസ് സ്കിൽഡ് ലേബർ ആൻഡ് സ്മൂത്ത് ഫ്ലോ ഓഫ് വർക്ക്. വർക്കിങ്ങിന്റെ ഫ്ലോ വളരെ സ്മൂത്ത് ആണ്. ലൈൻ പോലെ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് അത്ര സ്കിൽഡ് ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാവണം എന്നില്ല. അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ലൈൻ ലേഔട്ടിന്റെ വലിയ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈനായിട്ട് തന്നെ മെറ്റീരിയൽസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിനെ അത് ബാധിക്കും. സോ interruption due to breakdown of machines, material or operator would result in the low risk of production. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ഡൗൺ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് ബ്രേക്ക് ഡൗൺ ആവും. പക്ഷെ ഫങ്ഷണൽ ലേഔട്ടിൽ ഡിഫറെന്റ് റൂംസിൽ വെച്ച് ഓപ്പറേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു റൂം കഴിഞ്ഞാൽ അടുത്ത റൂമിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഏരിയ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് മൊത്തം ഏരിയയും ബ്രേക്ക് ഡൗൺ ആവണമെന്നില്ല. പക്ഷെ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് നേരെ അടുത്ത് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള സെപ്പറേറ്റ് ആയ ഒരു പ്ലാൻ ഉണ്ടാവും. അപ്പൊ ആ ഇടയിലുള്ള ഏതെങ്കിലും ഒരു പൊസിഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ആ ലൈനിനെ തന്നെ അത് ബാധിക്കും, ആ പ്രൊഡക്റ്റിന്റെ ലേഔട്ടിനെ തന്നെ അത് ബാധിക്കും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിസ്അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ മെഷീൻ യൂട്ടിലൈസേഷൻ ഈസ് ലെസ്. ഇപ്പോൾ 5 ലെയ്ത്ത് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ 5 സ്ഥലത്ത് ലെയ്ത്തിങ് മെഷീൻസ് സ്ഥാപിക്കേണ്ടി വരും. ഓരോ ഡിഫറെന്റ് പ്രൊഡക്റ്റിനും വേണ്ടി ഓരോ ലെയ്ത്ത് സ്ഥാപിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ മുമ്പ് പഠിച്ച പ്രോസസ് ലേഔട്ടിൽ ലെയ്ത്തിങ് എല്ലാം കൂടി ഒരു സെക്ഷനിൽ കൊണ്ടുചെന്നാൽ മതി. അതുകൊണ്ട് മെഷീൻ യൂട്ടിലൈസേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പ്രൊക്യൂർമെന്റ് കോസ്റ്റും അവിടെ ഉണ്ടാവും. ഡിഫറെന്റ് മെഷീൻസ് വാങ്ങേണ്ടി വരും, എല്ലാം ഡിഫറെന്റ് സ്ഥലത്ത് സ്ഥാപിക്കേണ്ടി വരും. ഒപ്പം അതുകൊണ്ട് തന്നെ മെഷീന്റെ യൂട്ടിലൈസേഷൻ വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, മെഷീൻ യൂട്ടിലൈസേഷൻ കുറവാണെങ്കിലും നമുക്ക് മെഷീൻസ് എക്സാക്ട് പ്ലേസിൽ വെച്ചതുകൊണ്ട് സ്മൂത്ത് ഫ്ലോ കിട്ടാൻ പറ്റും. ഇനി വേറൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഫ്ലെക്സിബിലിറ്റി ഈസ് ലെസ്. ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഒരേ ലൈൻ പോലെയാണ് പോകുന്നത്. ആ ലൈനിൽ കാര്യമായ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഫൈനൽ ടൈപ്പ് ഓഫ് ലേഔട്ട് വിച്ച് ഈസ് കോമ്പിനേഷൻ ലേഔട്ട്. കോമ്പിനേഷൻ ലേഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ കോമ്പിനേഷൻ ഓഫ് ബോത്ത് പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് ലേഔട്ട്. മുമ്പ് പറഞ്ഞ പ്രോസസ് ലേഔട്ടിന്റെയും പ്രൊഡക്റ്റ് ലേഔട്ടിന്റെയും കോമ്പിനേഷനെയാണ് ഒരു കോമ്പിനേഷൻ ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സ്റ്റോർ റൂം കാണാൻ പറ്റും. സ്റ്റോർ റൂമിന് ശേഷമുള്ള അറേഞ്ച്മെന്റ് ഒരു പ്രോസസ് ലേഔട്ടിന്റെയും പ്രൊഡക്റ്റ് ലേഔട്ടിന്റെയും കോമ്പിനേഷനാണ്. അതിനുശേഷമാണ് മെറ്റീരിയൽസ് സ്റ്റോക്ക് റൂമിലേക്ക് പോകുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് ലേഔട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് ഒരു ലൈൻ ആയിട്ടാണ് മൂവ്മെന്റ് നടക്കുന്നത് എന്ന്. പക്ഷെ പ്രോസസ് ലേഔട്ടിലാവട്ടെ എല്ലാ ഓപ്പറേഷനും സെപ്പറേറ്റ് ആയ ഒരു പൊസിഷൻസ് ഉണ്ടാവും, ഓരോ സെക്ഷൻസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ പ്രൊഡക്റ്റ് ലേഔട്ട് പ്രകാരമാണെങ്കിൽ HT എന്ന സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഫർണസ് എന്ന സെക്ഷൻ അതേ ലൈനിൽ തന്നെ കാണണം. പക്ഷെ ഇവിടെ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഫർണസ് എന്ന ലൈൻ കുറച്ച് താഴെയായിട്ടാണ്, ഫസ്റ്റ് ലൈനിന്റെ കുറച്ച് താഴെയായിട്ടാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന ലൈൻ കാണാൻ കഴിയുക. ഇവിടെ ശ്രദ്ധിക്കുക, ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന ആ സെക്ഷൻ ഫസ്റ്റ് ലൈനിലല്ല കാണുന്നത്, താഴത്തെ ലൈനിലാണ് കാണുന്നത്. അതിനുശേഷം അത് GF എന്ന് വെച്ചാൽ ഗിയർ ഫിനിഷിംഗ് മെഷീനിലേക്ക് പോയ ശേഷം സ്റ്റോക്ക് റൂമിലേക്ക് പോകുന്നു. ഇവിടെ ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന ഫർണസ് എന്ന ഈ സെക്ഷൻ ഇവിടെ കോമൺ ആണ്. ഫസ്റ്റ് ലൈനും അതുപോലെ തന്നെ സെക്കൻഡ് ലൈനും ഈ സെക്ഷൻ കോമൺ ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ ഇവിടെ തന്നെ ഇത് പെർട്ടിക്കുലർലി ഒരു പ്രൊഡക്റ്റ് ലേഔട്ടോ അല്ലെങ്കിൽ ഒരു പ്രോസസ് ലേഔട്ടോ ആണെന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥലത്ത് ഇവിടെ നമുക്ക് ആവശ്യമായ റിസോഴ്സസ് മെഷീൻസിന്റെ ഷെയറിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഷെയറിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെർട്ടിക്കുലർലി ഒരു പ്രോസസ് ലേഔട്ടോ ഒരു പ്രൊഡക്റ്റ് ലേഔട്ടോ ആണെന്ന് പറയാൻ പറ്റുന്നില്ല. പകരം ഇതൊരു കോമ്പിനേഷൻ ലേഔട്ട് എന്നാണ് പറയുക. അടുത്ത ലെയർ നോക്കിയാലും അറിയും, ഇവിടെയുള്ള താഴത്തെ ഈ മൂന്നാമത്തെ ലൈൻ നോക്കിയാൽ നമുക്കറിയും ഇത് ലൈൻ ലേഔട്ട് പ്രകാരമാണെങ്കിൽ ഇവിടെ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റിനുള്ള ഒരു മെഷീൻ വേണം. പക്ഷെ ഇവിടെ അതിന് പകരം ഈ രണ്ട് ലൈനും
തേർഡ് ലൈനും ഫോർത്ത് ലൈനും വേണ്ടി കോമൺ ആയിട്ടുള്ള ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് ഫർണസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ലേഔട്ട് ഇവിടെ ഒരു പ്രോസസ് ലേഔട്ട് ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ അറേഞ്ച്മെന്റിനെ നമ്മൾ കോമ്പിനേഷൻ ലേഔട്ട് എന്നാണ് പറയുക. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. കോമ്പിനേഷൻ ലേഔട്ട് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് ലേഔട്ട്. രണ്ട് ലേഔട്ടിന്റെയും കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അത് രണ്ടിന്റെ അഡ്വാൻറ്റേജസ് ഈ കോമ്പിനേഷൻ ലേഔട്ടിന് ഉണ്ടാവും. ഐറ്റംസ് ഈസ് മെയ്ഡ് ഇൻ ഡിഫറെന്റ് സൈസ് ആൻഡ് ഷേപ്പ്. ഡിഫറെന്റ് സൈസിലും ഷേപ്പിലുമുള്ള ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂസ്ഫുൾ വെൻ സീക്വൻസ് ഈസ് സെയിം ബട്ട് നൺ ഓഫ് ദം ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ബൾക്ക്. ബൾക്ക് പ്രൊഡക്ഷന് കോമ്പിനേഷൻ ലേഔട്ട് സഹായിക്കുകയില്ല, പക്ഷെ സീക്വൻസിലായിട്ട് ചെയ്യേണ്ട ജോബുകളിൽ കോമ്പിനേഷൻ ലേഔട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഫയൽ, ഹാക്സോ, വുഡ്സോ തുടങ്ങിയ സാധനങ്ങൾ തുടങ്ങിയ ടൂൾസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ് എല്ലാം കോമ്പിനേഷൻ ലേഔട്ടിൽ വരുന്നതാണ്. അപ്പോൾ കുറച്ചധികം ടോപ്പിക്സ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. കോമ്പിനേഷൻ ലേഔട്ടുകളെ കുറിച്ചാണ് എടുത്ത ഒരു സെക്ഷൻ. പിന്നീട് എടുത്ത ഒരു സെക്ഷൻ പ്ലാന്റ് ലൊക്കേഷനെ കുറിച്ചാണ്. ഈ പ്ലാന്റ് ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് എന്നുള്ള ടോപ്പിക് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് റിപ്പീറ്റഡ് ആയി കേൾക്കുക. അപ്പോൾ മോഡ്യൂൾ 1 പാർട്ട് 5 എന്ന ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.